ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റ് അല്ല, ക്രാഫ്റ്റ്സ്മാൻസാണ്. എൻ്റെ കോപ്പി തന്നെയാണ്. ഇതപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും നോക്കാം ഗായ്സ്. ഓക്കെ, ഊള് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലതരം കളറുള്ള ഊളാണ്. നമുക്ക് ഡൈ അടിക്കാം. അതിൽ ഡൈ ഉണ്ടാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഫോണിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഗെയിം. ഇവിടെ കൂടി ഞാൻ ഡ്രോപ്പ് ചെയ്ത് അറിയാതെ. നമുക്ക് ഈ വേണ്ടത് ഫ്ലവേഴ്സാണ്. ഏതെങ്കിലും ഒരു കളർ ഫ്ലവറാണ് നമുക്ക് ഫ്ലവർ കിട്ടണമെങ്കിൽ വേറെ വാട്ടി നോക്കേണ്ടി വരും. ഡൈ ഉണ്ടാക്കാൻ പറ്റുമോ? ഡൈ ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? ഞാൻ വരുന്ന വഴിയായിരുന്നു, അപ്പോഴാണ് ഞാൻ ഒരു സാധനം കണ്ടത്. വില്ലേജർ ഔട്ട് പോസ്റ്റ്. നമുക്ക് ഇതിൻ്റെ കോഡ്സ് ഒന്ന് എഴുതിയെടുക്കാം ഗൈസ്. നമുക്കിതിലെ കോഡ്സ് എഴുതിയെടുക്കാം. അതിന് വേണ്ടി നമുക്ക് നമ്മുടെ കോർഡിനേറ്റ് ഓണാക്കാം. പിന്നെ ഡേ കാണിക്കണമെന്ന് ഓണാക്കി വയ്ക്കാം. 310. ഓക്കെ, കോഡ്സ് എഴുതിയെടുത്തിട്ടുണ്ട് ഞാൻ. പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. ഞാനിതൊന്ന് ഡൈ ആക്കിക്കോട്ടെ. 3 ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മരം വെട്ടാം. ഇത് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് എൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു സ്റ്റിക്ക്, ഇത് രണ്ടും എടുക്കാം. എന്നിട്ട് നമുക്കൊരു മരം കൂടെ എടുത്തേക്കാം. ഒരു തടി അതുകൂടെ എടുത്ത് പ്ലാങ്ക് ആക്കാം. എന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സും ഉണ്ടാക്കാം, ഒരു സ്വാർഡും ഉണ്ടാക്കാം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മുടെ കുഴിച്ചേക്കാം. സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. കണ്ണ് കാണാല്ലേ? ഞാനിൽ വോയിസ് ഓവർ ഉണ്ടായിരുന്നു. കണ്ണ് കാണാല്ലേ? കണ്ടു. ഞാൻ ഇരുട്ടത്ത് കിടന്ന് വിളിച്ചോണ്ട് ടോർച്ച് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് കുറച്ച് 7 കോബിൾ സ്റ്റോൺ ഉണ്ട്. സ്റ്റിക്കും കുറവാണ്, സോ നമുക്ക് തടി കെട്ടാം. ഇത് വെച്ചിട്ട് ഇനി സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണ്ടേ, അതിനാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമുക്ക് സ്റ്റിക്ക് വെക്കാം. നമുക്കത് വെച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ക്രാഫ്റ്റിംഗ് ടേബിൾ. ഈ പട്ടീനെ കൊന്നാലോ ഗൈസ്?
നിങ്ങളുടെ അഭിപ്രായം എന്താ? പട്ടിക്ക് വേണ്ട, എടുത്തേക്കാം. ഇനിയെന്താ ചെയ്യുക? ഞാൻ ബെഡ് ഉണ്ടാക്കാനുള്ള കാര്യമാണ്. ഒരു പ്ലാൻസ് ഒരു ബെഡ് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ നല്ല സ്പോട്ട് കണ്ടുപിടിക്കും. നമുക്കത് കണ്ടുപിടിച്ചിട്ട് ഇനി വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഇവിടെ എല്ലാതരം കുറേ തരം എന്താ പറയുക ബയോംസ് ഉണ്ട്. ചെറി ബ്ലൂംസ്, ചെറി എന്നല്ലേ എന്നാ പറയുക, ഇപ്പം അങ്ങനെ പറയാമോ. പിന്നെ ബ്രിഞ്ച് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും സ്ഥലത്ത് ഇവിടുത്തെ ബേസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബേസ് മെയിൻലി സെറ്റ് ചെയ്യുന്നത് ഈ ഓക്ക് വെച്ചിട്ടാണ്. നല്ല സ്ഥലം കേട്ടോ, അത് നല്ല സ്ഥലം തന്നെ. എൻ്റെ മോനെ കൂടുതലായിട്ടില്ലേ സ്പ്രൂസ്, എൻ്റെ മോനെ നല്ലൊരു ഭയം തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു മരം പോലും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ മരം എടുത്തില്ല ഇല്ല വന്ന് നമുക്ക് താഴത്തെ ലെയർ മാത്രം, നമുക്ക് ലെയറോട്ട് മാത്രം ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കേണ്ട ഇവിടെ വയ്ക്കില്ല. കൈപ്പടത്ത് ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ ഇൻവെൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇങ്ങോട്ടും പോവാം. ഞാൻ ആദ്യമായിട്ട് സർവേയിലൊക്കെ കളിക്കണത്. എനിക്ക് ദേഷ്യം വന്നാൽ ഞങ്ങൾ ക്രിയേറ്റീവിലാണ്. പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ട് സർവേയിൽ കളിക്കുമ്പോൾ നോക്കാം. ഇവിടെ താത്തിരി മഴ സാപ്പിങ് ഉണ്ടെങ്കിൽ പച്ചപ്പ് ഒഴിച്ചെടുത്താൽ വടിയില്ല. ഈ താഴത്ത് പോയിട്ടെടുക്കണം. ലൈഫ് കയറുന്നില്ല. സാരമില്ല, വടിയുണ്ട്. അതിലിപ്പോൾ കഴിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം. ഇതും ബ്ലാങ്ക്സ് ആക്കാം. 16 ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാം. അയ്യോ ഇവിടെ ഇപ്പോൾ ബേസ് നമുക്ക് ഇനി ഇവിടുത്തെ ഭാഗ്യം കൂടെ ലെയർ ഇട്ടിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മൾ ഫെർണസിൽ വെച്ചിട്ട് നമ്മുടെ കുക്കഡ് ബട്ടർ ആക്കിയിട്ടുണ്ട്. ലൈഫ് ഇൻക്രീസ് ആവും. യെസ്, അതൊക്കെ മോശമല്ല, ഈ പ്ലേറ്റ്സിൻ്റെ ആണ്. എന്തായാലും സാപ്ലിംഗ് ഇവിടെ ഈച്ച് കിട്ടുമോ? ഈച്ചിന് കിട്ടുമോ ഇത് വെച്ചിട്ട്? സീഡ് എനിക്ക് സീഡ് വരുമോ? അല്ലെങ്കിൽ ഇതിലും കൂടെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വെറുതും ചെയ്താൽ മതി. അപ്പം ഒരെണ്ണം കിട്ടിയ ചറ പറയാൻ കിട്ടും. ലക്കിന്
എൻ്റെ ലെവല് 2. രണ്ടെണ്ണം കിട്ടി. ഇനി ഒന്നും കൂടെ. അല്ല, എനിക്കും ഫുഡാണ് മീൻ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇവിടെ എവിടെ വെള്ളമുള്ള വെള്ളമുള്ള സ്ഥലത്തല്ലേ വരണം പറ്റുള്ളൂ. താഴത്ത് വെള്ളം കിട്ടില്ല. ലൈഫ് പോണ്ട നമ്മുടെ കോർഡിനേറ്റ് ഹലോ കോഴി. ടിൽറ്റ് ചെയ്യണല്ലേ. ഹോ വേണം. ഞാനത് അവിടെ പോയി എടുത്തിട്ട് വരണം. മറക്കണം. ഇവിടുന്നാണ് നമ്മൾ റൗണ്ട് ഉണ്ടാവും. റൗണ്ട് എന്താടത്? എന്നിട്ട് വേണം ഫെയർനെസ് കൊണ്ട് വെക്കാൻ. ഈ കോബിൾ സ്റ്റോൺ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഇവിടെയുള്ള മര വെട്ടി ഡിഫോറസ്റ്റേഷൻ അഫോറസ്റ്റേഷൻ. അതിനെന്താ പറയുക? ഡിഫോറസ്റ്റേഷൻ. അതിപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെയ്തേക്കാം. ഓ സെറ്റ്. ഇതുവരെയായിട്ട് ഒരു മോബിനെ പോലും മോബല്ല എനിമിയായിട്ട് നിൽക്കണ മോബിനെ ഇതുവരെയായിട്ട് കൊണ്ടിട്ടില്ല. സോ നമുക്ക് ഇവിടെ ചെറി ബ്ലോസമിന് ഞാൻ പറയില്ല. ചെറി വരത്തിൻ്റെ അടുത്തേക്ക് എന്താ പറയാ പയ്യനെ. I am first time in this Minecraft survival. Oh sorry. എനിക്ക് 10 മരം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഹാർപ്പനസ് 40 എണ്ണം ഉണ്ടാക്കാം. കുത്തി വയ്ക്കാം. നമുക്കിനി ഇതിനെ എന്താ ചെയ്യുക? അപ്പോൾ ഹോക്കി സ്റ്റിക്ക് വേണം. 2 സ്റ്റിക്ക് ഉണ്ടാക്കിയത് ഹോയ ഉണ്ടാക്കി. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ഇട്ട് ഇതെടുത്തിട്ട് ഇതിൽ ഇതൊരു 2 എണ്ണം മതിയാവില്ലേ? 2 എണ്ണം എടുത്തിട്ട് ഞാൻ ഇൻവെൻറ്ററി ക്ലിയർ ചെയ്യാൻ എൻ്റെ ചെസ്റ്റ് ടിൽറ്റ് ചെയ്യാൻ ഇത് സെറ്റ്. നമുക്കിനി പോവാം. ലൈഫ് കുറവാ. അധികം വൈകാതെ ഒരു കംഫർട്ട് കൊടുക്കും. ഇത് വേണ്ട. ഇതേ വില എളുപ്പമല്ല. ഒരു ട്രെയിൻ റൈഡറെ കിട്ടിയപ്പോൾ ട്രേഡ് ചെയ്യാനിതല്ല. മഴ പോയി ഇതിപ്പോൾ നീ ബേസ് കത്തിക്കൊണ്ട് സാരില്ല.
ഇങ്ങോട്ട് വരാൻ തോന്നി. മല കയറുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ഇതാണ്. ഈ ചെറിയ ബ്ലോംസിൻ്റെ അപ്പുറത്തല്ല ഉണ്ടായിരുന്നു. ബേസ് എവിടെയൊക്കെ ബേസിൻ്റെ അവിടെ വെച്ച് വെള്ളമില്ല. ബേസ് ഇതാരും ചെയ്യണ്ടേ. ഞാൻ ആദ്യം തപ്പണ്ടേ. ഇതാണ് എൻ്റെ ഇല്ലായിരുന്നു. ഇപ്പം രാത്രിയാവും. പ്ലെയിൻസ് ആവുകൊണ്ട് എവിടെ നോക്കിയാലും മോശം. അവിടെ ഞാൻ എൻ്റെ ബേസ് ഉണ്ടോടാ അന്നാണ് അവൻ പറഞ്ഞിട്ട് ആ ശബ്ദം ഉണ്ടാക്കി. അവിടെ പക്ഷെ ഇവിടുന്ന് ഇവിടെ ചെറിയ ബ്ലോംസ് അതിന് പറയില്ല. വെള്ളമരം കണ്ട് പറയും. ഇതിന് ഇതിന് നേരെ പോവുക. ഒന്നും വേണ്ട, നമുക്കൊട്ടാം. നമുക്കിപ്പോൾ ഏതിനെ പോവുക? നല്ല വഴി വേണ്ട. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഈ കഴിക്കാൻ വേണ്ടി അങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ കൂടെ ലൈഫും കുറയും. എനിക്ക് ദേഷ്യം വരും. അയ്യോ ഇതല്ലേ വേണം ലൈഫ് കൊണ്ട്. ഗ്രൗണ്ട് വരും. നമുക്കിതാ ഈ ഏരിയയിലായിട്ട് മാറ്റി കൊണ്ട് വന്ന് ടിൽറ്റ് ചെയ്യാം. 4 എടുത്ത് ടിൽറ്റ് 5 5 വളർന്നിട്ട് നിങ്ങളെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾക്കത് വല്ലതും അറിയണം. ഞങ്ങൾക്കത് വല്ലതും അറിയണം. നമുക്കിങ്ങനെ ഇങ്ങനെ കാട്ടില്ല. ഞാൻ അവിടെ കഴിഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെടുക. നമുക്ക് ഇത് വളർന്നിട്ട് AFK നിൽക്കണം. എനിക്ക് AFK ഇട്ട് കാണും. ഇതുപോലെ കുറേ നേരമായി ഗ്രൈൻഡ് ചെയ്യുന്നു. ഇതുവരെയായിട്ട് പണി തീർത്തിട്ടില്ല വീടിൻ്റെ. നമുക്ക് ഈ വീഡിയോയിൽ നമ്മളൊരു വീട് ഉണ്ടാക്കും. അതും സർവൈവല് നിങ്ങളെ കാണിച്ചു കൊണ്ട് ഞാൻ ഈ വീടുണ്ടാക്കും. ഓക്കെ, നമ്മൾ 3 ദിവസം ഇതുവരെയായിട്ട് സർവൈവ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയായിട്ട് നമ്മൾ ചത്തിട്ടില്ല. നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഡോറിനേക്കാളും നല്ലത് നമ്മുടെ ബ്രിഞ്ചിൻ്റെ ഡോറായിരുന്നു. പക്ഷെ സാരില്ല, എല്ലാം ഒരേ ഇതാക്കി ഒരു രസം ഉണ്ടാവില്ല. ബെഡ് ഇടുന്ന് എടുക്കില്ല. ചേട്ടാ ഒരു 2 ബ്രിഞ്ച് വരെ കൂടെ വേണ്ടി വരും. നമുക്ക് അതുകൂടെ തീർത്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്ത് സപ്പോർട്ടൊരു വീഡിയോ ആയി. ഒരു മിനിറ്റ് നമ്മുടെ വീട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് വീഡിയോ എത്ര ഉള്ളപ്പോൾ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്ത് സപ്പോർട്ടൊരു വീഡിയോ ആയി. പിന്നെ വീണ്ടും കാണാം. ബൈ ബൈ.